കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം. അല്പസമയത്തെ ദൈവത്തിന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ഉത്തമഗീതം 2-ാം അധ്യായം എൻ്റെ 8-9 വാക്യങ്ങൾ. അതാ എൻ്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. എൻ്റെ പ്രിയൻ ചെറുവാനും കലക്കൊട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്കു പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, അഴികൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. ഉത്തമഗീതം എന്ന് പറയുന്ന ഈ കാവ്യപുസ്തകം വളരെ പ്രാർത്ഥനയോടെ വായിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ വചനത്തിനകത്ത് നൽകിയിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളെ മനസ്സിലാക്കി ആത്മീയമായി നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. പ്രൈസ്. ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ശലോമോനും ശൂനേകാരിയുമാണ്. ശലോമോൻ ഇവിടെ ക്രിസ്തുവിന്റെ നിഴലാണെന്ന് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശൂനേകാരി സഭയ്ക്ക് നിഴലുമാണ്, പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അതിന് 8-ാമത്തെ വാക്യമാണ്. ഉത്തമഗീതം 2-8. അതാ എൻ്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം പ്രിയന്റെ സ്വരം, ഹല്ലേലൂയ, അഥവാ പ്രിയന്റെ ശബ്ദം. പ്രൈസ്. അപ്പോൾ ശൂലേങ്കാരി പ്രിയനെ സ്വപ്നം കാണുന്ന ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഹല്ലേലൂയ, ആ വചനം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ ഹല്ലേലൂയ വിവിധ വിധത്തിലുള്ള പല വിധത്തിലുള്ള ശബ്ദങ്ങൾ കൊണ്ട്, സ്വരങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. രക്തം ചെയ്യും, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെ, പറവകളുടെയും മനുഷ്യരുടെയും ചില ശബ്ദങ്ങൾ മധുരമുള്ള ശബ്ദങ്ങളാണ്, ലേരിയ. എന്നാൽ ചില ശബ്ദങ്ങൾ ഭയങ്കരവും ഭീകരവുമായിരിക്കും. പ്രൈസ്. എല്ലാ പക്ഷികളുടെ ശബ്ദം നമുക്ക് മധുരവും അനുഗ്രഹവുമല്ല, സന്തോഷമല്ല. ചിലത് ഭീകരമായതാണ്. എല്ലാ മനുഷ്യരുടെയും ശബ്ദങ്ങൾ അല്ലെങ്കിൽ സ്വരങ്ങൾ മധുരമുള്ളതല്ല, അത് ചില ഭയങ്കരമായ ശബ്ദങ്ങളാണ്. എന്നാൽ ചില ശബ്ദങ്ങൾ സ്നേഹം നിറഞ്ഞതും ചിലത് വേദന നിറഞ്ഞതുമായിരിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ചില ശബ്ദങ്ങൾ സ്നേഹം നിറഞ്ഞതാണ്, ചിലത് ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ സ്വരങ്ങൾ വേദനകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. എന്നാൽ മറ്റു ചില ശബ്ദങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതും ചിലത് കേൾക്കാൻ കഴിയാത്തതുമാകുന്നു. അപ്പൊ 3 വിധത്തിലാണ് ഇവിടെ ശബ്ദങ്ങളെക്കുറിച്ച്, സ്വരങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. പറവുകളുടെയും മനുഷ്യരുടെയും ശബ്ദങ്ങൾ മധുരമുള്ളതും, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സന്തോഷമുള്ളതുമാണ്. അപ്പോൾ തന്നെ ആ ശബ്ദങ്ങൾ ഭയങ്കരമാണ്. ചില ശബ്ദങ്ങൾ സ്നേഹം നിറഞ്ഞതും വേദന നിറഞ്ഞതും. മറ്റു ചില ശബ്ദങ്ങൾ, സ്വരങ്ങൾ കേൾക്കാൻ കഴിയുന്നതും ചിലത് കേൾക്കുവാൻ കഴിയാത്തതുമാണ്. പക്ഷെ നാം വായിച്ച ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ശബ്ദങ്ങളുടെ മധ്യേ പ്രാണപ്രിയന്റെ ശബ്ദം കേൾക്കുവാനായി കാതുകൾ തുറന്നിരിക്കണമെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ്. ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവം എപ്പോഴും തന്റെ മക്കളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മളത് കേൾക്കുവാൻ, ദൈവം എപ്പോഴും നമ്മൾ സംസാരിക്കുവാൻ തയ്യാറായിരിക്കുമ്പോൾ നാം ആ ശബ്ദം കേൾക്കുവാൻ തയ്യാറായിരിക്കണം. നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാണോ എന്നുള്ളതാണ്. പ്രൈസ്. അപ്പം പലവിധമായ സ്വരശബ്ദങ്ങൾ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറയപ്പെട്ട് ചിലത് ഭീകരതയും ചിലത് സ്നേഹവും ചിലത് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നതാകുമ്പോൾ തന്നെ നമ്മുടെ പ്രിയന്റെ ശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹവുമാണ് നമുക്ക് ആവശ്യം. അതാണ് ഇവിടെ ശൂലേങ്കാരി അനുഭവിക്കുന്നതും അവൾ കണ്ട സ്വപ്നവും. ഹല്ലേലൂയ. ആ വചനത്തിന്റെ ചരിത്രപശ്ചാത്തലം ചിന്തിക്കുമ്പോൾ ഈ വാക്യങ്ങളിൽ കാന്ത തന്റെ പ്രിയനെ സ്വപ്നം കാണുന്ന കാര്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം കാന്ത തന്റെ പ്രിയനെ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞ ശൂലേങ്കാരി തന്റെ പ്രിയനെ സ്വപ്നം കാണുന്നു. പുതിയ നിയമസഭയോട് പറയുമ്പോൾ ഇവിടെ കാന്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭ, മണവാട്ടി സഭ. ദൈവത്തിന്റെ മണവാട്ടി സഭ നമ്മുടെ മണവാളനായിരിക്കുന്ന, നമ്മുടെ പ്രിയനായിരിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറായിരിക്കണമെന്ന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം മയക്കത്തിലാണെങ്കിലും അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി കേൾക്കുമ്പോൾ ദൈവജനം ക്രിസ്തുവിനെ എതിരേൽപ്പാൻ
മണവാളന്റെ ആർപ്പുവിളി കേൾക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. നിങ്ങളുടെ വിളക്കുകൾ എപ്പോഴും തെളിയിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കും. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് നിങ്ങളുടെ ശൂന്യമായ അവസ്ഥയെ വിട്ട്, ലോകസുഖങ്ങൾ വിട്ട്, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് നിങ്ങൾ വീണ് മയങ്ങി പോകാതെ, ഹല്ലേലൂയ, മണവാളന്റെ സ്വരം കേൾക്കുവാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ 5 പേരുടെ വിളക്കുകളിൽ എണ്ണയില്ല. 5 പേർ എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ എണ്ണ പരിശുദ്ധാത്മാവിനെ സാദൃശീകരിക്കുക. എണ്ണ വ്യക്തിപരമായ അനുഭവമാകിയാൽ മറ്റുള്ളവരോട് പങ്കുചേർന്ന് അനുഭവിക്കുക സാധ്യമല്ല. എണ്ണ എന്ന് പറയുന്നത് വ്യക്തിപരമായ അനുഭവമാണ്. ഇത് പരിശുദ്ധാത്മാവിനെ സാദൃശ്യം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ദൈവം തരുന്ന വ്യക്തിപരമായ അനുഭവമാണ്. എന്റെ മേലുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവിനെ എനിക്കും എടുക്കാൻ പറ്റത്തില്ല. ഈ പരിശുദ്ധാത്മാവിനെ എന്ന് പറയുന്നത് ദൈവം നമുക്ക് വ്യക്തിപരമായി നൽകുന്നതാണ്. അത് നാം ഓരോരുത്തരും പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ നാം കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര ശ്രോതാവേ, താങ്കളുടെ വിളക്കിനകത്ത് എണ്ണയുണ്ടോ എന്ന് ചോദിച്ചാൽ താങ്കളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടോ? താങ്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും താങ്കൾക്ക് സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെടാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അല്ല, ഇന്നും നിങ്ങൾ ഈ ദൈവശബ്ദം കേട്ടിട്ടും സുവിശേഷം കേട്ടിട്ടും ഒരുങ്ങിയിരിക്കുവാനുള്ള ആർപ്പുവിളി നിങ്ങളുടെ കാതുകളിൽ കേൾപ്പിച്ചിട്ടും നിങ്ങൾ അതിനെ ആമേലി കേൾക്കാതെ ആ വാക്യങ്ങളുടെ വചനങ്ങളോട് മറുതലിച്ചിട്ട് സുവിശേഷത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ 5 കന്യകമാർ തള്ളപ്പെട്ടു പോയതുപോലെ നിങ്ങൾ തള്ളപ്പെട്ടു പോകും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ 5 പേര് രക്ഷിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ കൂട്ടത്തിലും 5 പേർ രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിലുമാണ്. ഹല്ലേലൂയ. അപ്പൊ എണ്ണ വിളക്കിനെ വിലയുള്ളതാക്കി തീർക്കുന്നത് പോലെ എണ്ണ എന്ത് ചെയ്തു? വിളക്കിനെ വിലയുള്ളതാക്കി തീർത്തു. 10 പേര് ഒന്നിച്ചു പുറപ്പെട്ടെങ്കിലും 5 പേരുടെ വിളക്കിൽ 5 പേരുടെ വിളക്കില് എണ്ണയില്ല. അപ്പൊ എണ്ണയുള്ള വിളക്കുകളെല്ലാം വിലയുള്ളതാക്കി തീർത്തത്, ഹല്ലേലൂയ, ഈ വിളക്കിനെല്ലാം വിലയുള്ളതാക്കി തീർത്ത എണ്ണയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെയാണ് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ വിലയുള്ളവനായി മാറും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിലയുള്ളവനായി, അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ആകാംക്ഷയുള്ളവരായി, ഒരുക്കമുള്ളവരായി ആ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ എത്തിച്ചേരുമെന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. രക്തം ചെയ്യും. അപ്പം നമ്മൾക്ക് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഈ ലോകത്തിൽ സുഖങ്ങളിൽ വീണ് നിങ്ങൾ മയങ്ങി ഈ പാപഭംഗിരമായ ജീവിതത്തിൽ നിങ്ങൾ വീണ് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. രക്തം ചെയ്യും. ഈ ലോകത്തിൽ നമുക്ക് കോടാനുകോടി രൂപയുടെ സമ്പത്തുകളും വസ്തുവകകളും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, അല്ലേ, നിങ്ങൾ ഒരുപക്ഷെ ഉന്നതനായ വ്യക്തി, ഉന്നതമായ കുടുംബത്തിൽ ഒക്കെ ജനിച്ച് വളർത്തപ്പെട്ടവനാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ മുതലുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾ നല്ല സൗന്ദര്യമുള്ളവരാണൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ ലോകം നിങ്ങളെ അങ്ങനെ പുകഴ്ത്തിയാലും, അല്ലേ, ഒരുപക്ഷെ നിങ്ങളെ ഇവിടെ രാജകുമാരനായിട്ടും രാജകുമാരിയൊക്കെ ആയിട്ട് ജനം കണ്ടാലും, നിങ്ങൾ വളരെ സൗമ്യനും താഴ്മയുള്ളവനും സാധുശീലനും ഒക്കെ ആയിട്ട് നിങ്ങളെ ജനം പുകഴ്ത്തി പറഞ്ഞാലും, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടുത്തെ സുഖലോലുപങ്ങൾക്ക് വേണ്ടി ആകരുത് നിങ്ങളുടെ ജീവിതം. സ്വർഗീയ അനുഭവത്തെ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് പറഞ്ഞ ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ പ്രാണനെ നഷ്ടമാക്കി, അതിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമൊക്കെ ചോദിക്കുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ആത്മാവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിലയുള്ള സാധനം എന്ന് പറയുന്നത്. നിങ്ങളെ ഏറ്റവും കൂടുതൽ വിലയുള്ളവനാക്കി മാറ്റുന്നത്, വിലയുള്ളവളാക്കി മാറ്റുന്നത്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ, ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ എടുക്കപ്പെടുവാൻ, ആമേൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒരുക്കിയെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പനും അമ്മയ്ക്കും ഈ ഭൂമി ജനിച്ച വ്യക്തികളാണ്. ആ ജനനം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വീണ്ടും ജനനം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വീണ്ടും ജനനം പ്രാപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകരുന്നത്. അപ്പോൾ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വരം കേൾക്കുവാൻ, മണവാളന്റെ ആർപ്പുവിളി കേൾക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായി മാറും. രക്തം ചെയ്യും.
അതിന് ചുരുക്കം പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സുഖങ്ങളെ നിങ്ങൾ വെടിഞ്ഞിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് ദർശനമുള്ളവനായിരിക്കണം. പ്രൈസറും ഈ ലോകത്തിലുള്ള സകല ജനത്തോടും ചോദിച്ചാൽ അവരെല്ലാം പറയും, ഞങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പോകും, ഞങ്ങൾ സ്വർഗത്തിൽ കാണുമെന്ന് പറയും. അതെങ്ങനെ സംഭവിക്കുമെന്നാണ് പറയുന്നേ? അല്ലേല് അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്വർഗവും നരകവും ദൈവം പണിയുണ്ടായിരുന്നല്ലോ, സ്വർഗവും നരകവും നമ്മളെ പഠിപ്പിക്കണ്ടായിരുന്നല്ലോ. അല്ലേരിയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ജനം നരകത്തിലേക്ക് പോകും, ഒരു കൂട്ടം ജനം സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് വേദപുസ്തക സത്യം എന്ന് പറയുന്നത്. എല്ലാവരും ദൈവരാജ്യത്തിൽ ചെല്ലുമായിരുന്നെങ്കിൽ നരകത്തിന്റെ ആവശ്യമില്ലായിരുന്നു, പാതാളത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് പാതാളത്തെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്, നരകമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തിൽ ചെല്ലുന്നത് ഒരുങ്ങിയിരിക്കുന്നവർ, മാനസാന്തരപ്പെട്ടവർ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, പ്രമാണം അനുസരിക്കുന്നവർ, വ്യവസ്ഥയ്ക്ക് ജീവിക്കുന്നവർ, ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിൽ നിന്ന് ഒഴിവുള്ളവർ, അങ്ങനെയുള്ളവരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതും നമ്മുടെ മണവാളന്റെ ആർപ്പുവിളി കേൾക്കുന്നതും. അല്ലേലിയ. അതുകൊണ്ട് ഈ 10 കന്യകമാരിൽ അല്ലെങ്കിൽ അവർക്ക് 10 പേരും 10 എല്ലാവരും തെങ്ങന്റെ തുല്യരാണ്. 10 പേരും കർത്താവിന്റെ മണവാളന്റെ സ്വരം കേൾക്കാൻ പുറപ്പെട്ടവരാ. പക്ഷെ 5 പേരുടെ വിളക്കിൽ എണ്ണയുള്ളായിരുന്നു, 5 പേര് വിളക്കിൽ എണ്ണ എടുത്തില്ല എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്ലേലിയ. ഈ സുവിശേഷ സത്യം ലോകത്തിന്റെ എല്ലാ മൂലകളിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ കാതുകളിൽ കേൾപ്പിക്കുമ്പോൾ, ദൈവം തന്റെ ദാസന്മാരെ നിങ്ങളുടെ ഭവനങ്ങൾ തോറും അയച്ച് ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ, നിങ്ങൾ അവരെ ആട്ടി ഓടിക്കാതെ, അല്ലേലു, അവരെ എറിഞ്ഞു പുറത്താക്കാതെ, തല്ലി ഓടിക്കാതെ, അല്ലേലുയ, അവരുടെ കയ്യിലെ ബൈബിളുകൾ പിച്ചു ചീന്തിക്കളയാതെ, അവരെ പരിഹസിക്കാതെ, കളിയാക്കാതെ, അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളോട് പറയുന്ന സുവിശേഷം നിങ്ങൾ കാതുകൾ തുറന്ന് കേൾക്കണം. ആ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ജീവനുള്ളവളാക്കി മാറ്റും. പ്രൈസ്. ഇപ്പോഴത്തെ ജനത്തിന്റെ സ്ഥിതി എങ്ങനെയാണ്? ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാണ്. വെളിപ്പാട് പുസ്തകം വായിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിനക്ക് ജീവനുള്ളവന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണെന്ന് അല്ലെങ്കിൽ പറയുന്നത് പോലെ, പലരെ കണ്ടാലും ജീവനുള്ളതുപോലെ തോന്നും. ലോകത്തിൽ ജനത്തെ നോക്കിയാൽ ആമേ ജീവനുള്ളതുപോലെ തോന്നിയാലും സകല ജനങ്ങളും പാപത്തിൽ മരിച്ചു കിടക്കുക. ഈ ലോകത്തിന്റെ സുഖലോലുപ ജീവിതങ്ങളിൽ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ മയങ്ങി, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പാപജീവിതം നയിച്ച് പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപത്തെ വിട്ടിട്ട്, ഈ ലോകസുഖങ്ങളെ വിട്ടിട്ട് മാനസാന്തരപ്പെട്ട പ്രിയന്റെ സ്വരം കേൾക്കുവാൻ. ഹല്ലേലൂയ. സൂര്യകാരി പ്രിയന്റെ സ്വരം കേൾക്കുന്നത് സ്വപ്നത്തിൽ അവൾ കാണുന്നത് പോലെ നിങ്ങൾ പ്രിയന്റെ സ്വരം കേൾക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. രക്തം ചെയ്യും. പ്രൈസലോ. ഇപ്പം ജീവിതം നിങ്ങൾക്കൊരിക്കൽ മാത്രമേ ഉള്ളൂ ഈ ഭൂമി. രണ്ടാമതൊരു ജീവിതമില്ല. ലഭിച്ച ജീവിതത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ, ദുർവിനിയോഗം ചെയ്യാതെ, നമ്മുടെ ആത്മമണവാളൻ വരുന്നു, നമ്മുടെ ആത്മമണവാളന്റെ ആർപ്പുവിളി കേൾക്കാൻ സമയമായി എന്നുള്ള ചിന്തയോടെ നിങ്ങൾ തയ്യാറാകണം. പ്രൈസലോ. ഇവിടുത്തെ കുറെ മദ്യവും വാങ്ങി, കുറെ മയക്കുമരുന്നും വാങ്ങി, ഈ ലോകത്തിന്റെ കുറെ ജനിക കൂട്ടുകളിൽ അകപ്പെട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബം അതിൽ സന്തോഷിച്ച് തകർന്നു പോകരുത്. ലേലിയ. കർത്താവ് നമുക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കിയിട്ടുണ്ട്, പർദീസയുണ്ട്. നമ്മളവിടെ എത്തിച്ചേരണം. ലേലിയ. ഈ ലോകത്തിൽ സുഖങ്ങൾ അനുഭവിച്ച് നിങ്ങൾ നിത്യമായി നരകത്തിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല, സന്തോഷം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ നിത്യത മുഴുവൻ അല്ലെങ്കിൽ കിടാത്ത തീയിലും ചാകാത്ത പുഴുവിലും കിടന്ന് കഷ്ടം സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് ഒന്ന് നിത്യമായി സ്വർഗത്തിലേക്ക്, ആമെ മറ്റൊന്ന് ആമെ നരകത്തിലേക്ക്. ആമെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുന്നവർ, ഒരുക്കത്തോടു കൂടി ഇരിക്കുന്നവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അല്ലാത്തവരെല്ലാം ഈ നരകത്തിന്റെ അവസ്ഥയിലേക്ക് പോകും. അവിടെ ഒന്നും ഒരിക്കലും മോചനമില്ല. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് നരകയാതനയിലേക്ക് പോയാൽ അവിടെ നിന്ന് ഒരിക്കലും മോചനമില്ല. പിന്നീട് ഒരു തരത്തിലും അവിടെ നിന്ന് കരകയറാൻ കഴിയത്തില്ല. അതിനാൽ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പാപബോധം വരുത്തുന്ന സുവിശേഷം നിങ്ങളെ കേൾപ്പിച്ച് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ വിളക്കിൽ എണ്ണയുള്ളവരായി, അഥവാ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളവരായി, അല്ലുരിയ, അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുമെന്നുള്ള ആർപ്പുവിളി ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിന് തയ്യാറായിരിക്കണം. രക്തം ചെയ്യും.
നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകണമെന്നാണ് ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുന്നത്. ലേഡിയ, അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരിക്കലും താറുമാറാക്കി കളയരുത്. നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും താറുമാറാക്കി കളയരുത്. നിങ്ങളുടെ ജീവിതത്തെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കരുത്. അല്ലേരിയ, നിങ്ങളുടെ ജീവിതത്തെ ഇവിടുത്തെ മതങ്ങൾക്ക് വേണ്ടി, മതവിദ്വേഷങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തെ തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും പന്താടുവാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അല്ലേരിയ, നിങ്ങളെ ചൂഷണം ചെയ്യുവാൻ പിശാച് പലവിധം പദ്ധതികളുമായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഇവിടുത്തെ അബ്ഗാരികളുടെ കയ്യിലേക്കും മയക്കുമരുന്ന് രോഗികളുടെ കയ്യിലേക്കും നിങ്ങളെ എറിഞ്ഞു കൊടുക്കരുത്. അല്ലേരിയ, ഇവിടുത്തെ മ്ലേച്ഛ ജീവിതങ്ങൾക്കും സാത്താന്യ ഗ്രൂപ്പുകൾക്കും സാത്താന്യ ആരാധനയിലേക്കും ഇവിടുത്തെ ജഡിക സുഖങ്ങളിലേക്കും നിങ്ങളുടെ ജീവനെ, നിങ്ങളെ തന്നെ നശിപ്പിച്ച് കളയരുത്. അതിനൊന്നും നിങ്ങളെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. നിങ്ങൾ ദൈവ മക്കളാണ്. കർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പ്ലാനുണ്ട്. കർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. അല്ലേരിയ, ആ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് നിത്യജീവൻ തന്ന് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ മരണാനന്തരം അഥവാ കർത്താവിന്റെ വരവാണ് സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ ഒരു ഇരിപ്പിടം തരാൻ ദൈവം ആഗ്രഹിക്കുക. അല്ലേരിയ, അതാണ് പ്രിയതമന്റെ ആഗമനം ശൂലേങ്കാരി ഇവിടെ വർണ്ണിക്കുന്നത്. അല്ലേരിയ, അപ്പോ ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് നൽകി തന്നിരിക്കുന്ന സന്ദേശങ്ങളെല്ലാം ദൈവസഭയും അല്ലേരിയ ആമേൻ ദൈവസഭയും മണവാളനെ കുറിച്ച്, നമ്മുടെ ആത്മമണവാളനെ കുറിച്ചുമാണ്. പ്രിയനും കാന്തയും. അല്ലേരിയ, പുതിയ നിയമസഭ ആമേ യേശു സഭയും. അല്ലേരിയ, നിങ്ങൾക്ക് യേശുക്രിസ്തുവായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. യേശുക്രിസ്തുവായിട്ട് നിങ്ങൾ ബന്ധം സ്ഥാപിച്ച് യേശുക്രിസ്തുവായിട്ട് നിങ്ങൾ അടുത്തിടപഴകി ദൈവത്തോട് ചേർന്ന് വസിക്കണം. പ്രൈസലോ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ യേശുക്രിസ്തുവിടെ മാത്രമേ കഴിയുള്ളൂ. ഒരു കുറുക്ക് വഴിയിലൂടെയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ചിലരൊക്കെ ഓർക്കുന്ന മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്ന, അങ്ങനെയല്ല പ്രിയ സ്നേഹിത. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നേ. ഓരോരുത്തർക്കും ദൈവം വിധിച്ചിരിക്കുന്ന, ദൈവം കൽപ്പിച്ചു വെച്ചുള്ള സ്ഥാനമുണ്ട്, അങ്ങോട്ടേ പോകുള്ളൂ. അല്ലാതെ എല്ലാവർക്കും, ഇവിടെയുള്ള സകല ദുഷ്ടന്മാർക്കും, സകല പാപികൾക്കും, തീവ്രവാദികൾക്കും, ഭീകരവാദികൾക്കും, വർഗീയവാദികൾക്കും, രാഷ്ട്രീയക്കാർക്കും, മതസ്വാർത്ഥ ഉണ്ടാക്കുന്നവർക്കും, വർഗീയത പറയുന്നവരും, ഇവിടുത്തെ കള്ളുകുടിയന്മാർക്കും, സകല ദുർജീവിതം നയിക്കുന്നവർക്കും ഒന്നും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. അല്ലേലൂയ. ചിലർക്ക് ചിന്തിക്കാൻ മരിച്ചാൽ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകും. അങ്ങനെ പോകത്തില്ല. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് പ്രിയന്റെ സ്വരം കേൾക്കുവാൻ ഒരുക്കത്തോടെ, ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടി ഇരിക്കണം. ജീവിതത്തെ വിശുദ്ധീകരിക്കണമെന്ന്. അല്ലേലൂയ. അതുകൊണ്ടാണ് എല്ലാവരും സ്വർഗരാജ്യത്തിൽ പോകാനിരിക്കുക. അങ്ങനെ പോകാൻ പറ്റുന്ന പറഞ്ഞല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അല്ലേലൂയ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും അല്ലേലൂയ പിതാവിന്റെ സന്നിധി എത്തുകയില്ല. അപ്പൊ യേശുക്രിസ്തുവിലൂടെ മാത്രമേ പിതാവിന്റെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് വേദപുസ്തകം പറയുമ്പോൾ മനുഷ്യൻ കുറുക്കുവഴിയിലൂടെ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുക. അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ചതിവിൽ, വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത്. രക്തം ചെയ്യും. മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. രക്തം ചെയ്യും. അല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്ലേലൂയ. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അല്ലേലൂയ. എന്റെ പ്രിയൻ, അല്ലേലൂയ, സ്തോത്രം, ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ ഇതാ. അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, അഴികൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. അങ്ങനെ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ? അപ്പൊ 9-ാം വാക്യത്തിൽ നന്മയുടെ മതിൽ എന്ന് പറയുന്നതിനാൽ ശൂലേങ്കാരി സ്വന്തം ഭവനത്തിൽ തന്നെയാണെന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ അവളുടെ വീടിന്റെ മതിലെന്ന് പറയുമ്പോൾ അവൾ അവളുടെ സ്വന്തം ഭവനത്തിൽ തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭവനത്തിലാണോ? അല്ലേരിയ. എന്താണ് സ്വന്തം ഭവനം? അല്ലേരിയ. ഈ ലോകത്തിൽ നിങ്ങൾ ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് അല്ലേലിയ സാത്താന്റെ ആ തന്ത്രങ്ങളിൽ അടക്കപ്പെട്ട് അവന്റെ ഭവനത്തോടനുബന്ധമാണോ ആയിട്ടാണോ ജീവിക്കുന്നതോ നിങ്ങൾ സ്വന്തം ഭവനത്തിലാണോ? അല്ലേ? അപ്പൊ ശൂലേങ്കാരി തന്റെ സ്വന്തം ഭവനത്തിലാണെന്ന് നമ്മൾ പറയുക. ലുരിയ സ്തോത്രം. ലുരിയ. അപ്പം 10-ാം വാക്യത്തിൽ എന്റെ പ്രിയെ എഴുന്നേൽക്ക എന്ന് പ്രിയൻ അല്ലുരിയ വിളിക്കുന്നതിനാൽ കാന്ത ഉറക്കത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാം. 10-ാം വാക്യം എന്റെ പ്രിയ എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ അവൾ ഉറക്കത്തിലായിരുന്നു.
അല്ലേരി അവിടെ അതുകൊണ്ടാണ് മത്തായി 25:6 പറഞ്ഞ അർദ്ധരാത്രിക്ക് നമ്മുടെ മണവാളൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അല്ലേരിയ കനികമാരെല്ലാം എഴുന്നേറ്റു എന്ന് പറയുന്നത്. പ്രൈസോ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുരുപദേശങ്ങൾക്കകത്ത് വീണു പോകരുത്. ദുരുപദേശങ്ങൾക്കകത്തും ദുരുപദേശകന്മാരുടെ കയ്യിൽ നിങ്ങൾക്ക് അകപ്പെട്ട് ദൈവരാജ്യത്തിന് പുറത്താകരുത്. ദൈവരാജ്യത്തിന് പുറത്താകരുത്. നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ നിങ്ങൾ വസിക്കുന്ന പോലെ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവരാജ്യത്തിൽ വസിക്കണം. നിങ്ങളുടെ സ്വന്തം ഭവനം പോലെ ദൈവരാജ്യത്തെ ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭവനത്തിലാണെങ്കിൽ മാത്രമേ ആർപ്പുവിളി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മണവാളനെ എതിരേക്കാൻ കഴിയുള്ളൂ. അല്ല, മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ദുരുപദേശങ്ങൾ അകപ്പെട്ട് ദുരുപദേശന്മാരുടെ പിന്നാലെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലല്ല, അല്ലേരിയ സാത്താന്റെ തന്ത്രങ്ങളിലാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ലെന്നുള്ളത് അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. പ്രൈസലോ എന്നെ കേൾക്കുന്ന പ്രൈസലേ, ചില വിവാഹങ്ങൾ നടക്കുന്ന വേളകളിൽ താലികെട്ട് സമയം വരുമ്പോൾ മഹാ ഉച്ചത്തിൽ ചെണ്ടമേളത്താൽ പരിസരം മുഴക്കം നമ്മൾ കേൾക്കാൻ കഴിയും. അല്ലേരിയ എന്റെ സ്വരത്തെക്കുറിച്ച് പറയുമ്പോൾ, ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ, ചില വിവാഹങ്ങളിൽ താലി കിട്ടുന്ന സമയം വരുമ്പോൾ മഹാ ഉച്ചത്തിൽ ചെണ്ടമേളങ്ങൾ അല്ലയോ മുഴക്കി പരിസരത്ത് വലിയ ശബ്ദമായിരിക്കും. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? ലേരിയ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അത് അപശകുനമായി കരുതി വിവാഹം നിന്നു പോകാതിരിക്കുവാൻ വേണ്ടി ആ തുമ്മലിന്റെ ശബ്ദത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ചെണ്ടമേളത്തിന്റെ ശബ്ദത്തോടെ വലിയ മുഴക്കത്തോടു കൂടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ മണവാളിനും മണവാട്ടിയും കൂടെ കല്യാണപ്പന്തലിരുന്ന് താലികെട്ട് വരുമ്പോൾ, താലി എടുത്തു കൊടുത്ത് കഴുത്തിൽ ചാർത്തുവാനായിട്ട് വരുമ്പോൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അത് അപശകുനമാണ്. അല്ലെങ്കിൽ അപ്പോഴെന്തെയും മണവാളന്റെ ശ്രദ്ധയും മണവാട്ടിയുടെ ശ്രദ്ധയും മാറിപ്പോകും. അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ആ തുമ്മലിനെ കേൾക്കാത്ത വിധത്തിൽ ചെണ്ടമേളം മുഴക്കും എന്നുള്ളതാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. യഥാർത്ഥത്തിൽ ശരിയല്ലേ? അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. അപ്പൊ ആ അപശകുനമായി മാറുന്ന ആ ശബ്ദത്തെ, ആ വിവാഹം നിന്നു പോകാതിരിക്കാൻ വേണ്ടി ആ തുമ്മൽ എന്ന് പറയുന്ന ശബ്ദത്തെ അതിജീവിക്കും വിധം മേളം ഉയരും. ഒരു ശബ്ദത്തെ മറ്റൊരു ശബ്ദം അതിജീവിക്കുന്നു. നീതിയുടെ ശബ്ദം അനീതിയുടെ ശബ്ദത്തെ അതിജീവിക്കും. അതുകൊണ്ട് നീതിയുടെ ശബ്ദം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദം അനീതിയുടെ ശബ്ദത്തെ അതിജീവിക്കുന്നതാണ്. സാധുവിന്റെ ശബ്ദത്തെ ധനവാന്റെ ശബ്ദം അതിജീവിക്കും. നിഷ്കളങ്കന്റെ ശബ്ദത്തെ റൗഡിയുടെ ശബ്ദം അതിജീവിക്കും. അങ്ങനെ ഈ ശബ്ദങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലേ. അപ്പൊ ഏതും തോട്ടത്തിൽ വെച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് സ്നേഹപൂർവം ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഐക്യപ്പെടുത്തി കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. യാദവയുടെ ഏതൻ തോട്ടത്തിലാണ്. അവരുമായിട്ട് എപ്പോഴും ഐക്യതയിലും സ്നേഹത്തിലും ബന്ധപ്പെടുത്തിയാണ് ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നത്. അല്ലേരിയ കർത്താവ് വെയിലാളിയ സമയത്ത് അല്ലേരിയ ഇറങ്ങി വന്നു. താൻ സൃഷ്ടിച്ച മൃഗങ്ങൾക്കും പറവകൾക്കും ആദം എന്തു പേരിടുമെന്നറിയുവാനായി ആകാംക്ഷയോടെ കൂട്ടിക്കൊണ്ടുവന്നു. അല്ലേരിയ, സ്തോത്രം. നിങ്ങളെ സൃഷ്ടിച്ചവനും അന്വേഷിച്ചവനും പിതാവിനെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആദമിലൂടെ ദൈവം ഓരോ പ്രവർത്തികളും ചെയ്ത് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആദമിനെയും ഔവയെയും സ്നേഹിച്ചതുപോലെ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ കീഴിലായിരിക്കും നമ്മുടെ വാസം എന്ന് പറയുന്നത്. അല്ലേലിയ. കർത്താവ് ആദമിനോട് സംസാരിച്ചതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിനോട് കൂടെ എപ്രകാരം സംസാരിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേലിയ, സ്തോത്രം. കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കർത്താവോട് സംസാരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് നമുക്ക് കർത്താവുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതെന്നുള്ളത് നമ്മൾ ശരിയായിട്ട് ബോധ്യപ്പെട്ടിരിക്കണം. അല്ലേലൂയ. അപ്പം വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലേലൂയ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ബാലനായ ശമൂവേലിനെ പോലെ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ചിന്തകളും എല്ലാം ഒരുങ്ങിയിരിക്കണം. അല്ലേലൂയ. നിങ്ങളൊന്ന് ശമൂവേലിന്റെ പുസ്തകം അല്ലേലൂയ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശമൂവേലിന്റെ ജീവിതത്തെക്കുറിച്ചും അവന്റെ ജനനത്തെക്കുറിച്ചും അവനെ ആലയത്തിൽ പ്രതിഷ്ഠിച്ചതും അവൻ ദൈവശബ്ദം കേൾക്കുന്നതിനെ കുറിച്ച്
അല്ലെങ്കിൽ ശമൂവേലിന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. ലേരിയ. അപ്പോൾ അവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും ലേരിയ. അപ്പം അടിയൻ കേൾക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരിക്കണം ശമൂവേൽ ബാലനെ പോലെ. ലേരിയ. എന്നെ കേൾക്കുന്നവരെ, കർത്താവിന്റെ പാദത്തിൽ നിങ്ങൾ കാത്തിരിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് തീർച്ചയായും നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ മണവാളന്റെ ആർപ്പുവിളി കേൾക്കുവാൻ, മണവാളന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ. ശൂലേങ്കാരി പ്രിയന്റെ സ്വരം കേൾക്കുന്നത് പോലെ, ശൂലേങ്കാരി പ്രിയന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാധവി പിതാവി, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത് കേട്ടോ, നശിപ്പിച്ച് കളയരുത്. എന്നെ കേൾക്കുന്ന സഹോദരി, നീ കർത്താവിന് വിലപ്പെട്ടവനാ. സഹോദരൻ, നീ കർത്താവിന് വിലപ്പെട്ടവനാ. ലോകം നിന്നെ തഴഞ്ഞേക്കാം, ലോകം നിന്നെ മാറ്റി നിർത്തിയേക്കാം, പക്ഷെ യേശു നിന്നെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുക. രക്തം ചെയ്യും. നിന്റെ പാപഭംഗിരമായ ജീവിതം വിട്ട്, നിന്റെ ഈ ലോകത്തിന്റെ സുഖങ്ങളൊക്കെ വിട്ടിട്ട് നീ യേശുവിനെ മാറോട് ചേർന്നിരിക്കണം. യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന പോലെ നിങ്ങൾ കർത്താവിന്റെ മാറോട്, ആത്മമണവാളിന്റെ മാറോട് ചേർന്നിരുന്ന് അവന്റെ വാവിൽ നിന്നുള്ള ഇമ്പസ്വരം നിങ്ങൾ കേൾക്കണം. രക്തം ചെയ്യും. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റുവാൻ, നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ ആവിലാതികളെ മാറ്റുവാൻ, നിങ്ങളുടെ പരിഭവങ്ങളെ മാറ്റുവാൻ, നിങ്ങൾക്ക് സന്തോഷം തരുവാൻ, നിങ്ങൾക്ക് ചിരി തരുവാൻ ഒക്കെ യേശുവിനെ കഴിയുള്ളൂ. രക്തം ചെയ്യും. നിന്റെ സകല വിഷയങ്ങളും അറിയുന്നവൻ, നിന്റെ സകല പ്രശ്നങ്ങളും അറിയുന്നവൻ, നിന്റെ ശാരീരികമായ ക്ഷീണങ്ങൾ മുഴുവൻ അറിയുന്നവൻ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയുന്നവൻ, നിന്റെ തലമുറയെ കുറിച്ച് അറിയുന്നവൻ, നിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് അറിയുന്നവൻ യേശുവാ. ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും അത് അറിയണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ് എന്നെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. എന്റെ ജീവിതം, എന്റെ സ്വഭാവം, എന്റെ നടപ്പ്, എന്റെ പ്രവൃത്തികളെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നില്ല. എന്നെ നിങ്ങൾ ഇങ്ങനെ കണ്ടുള്ള പരിചയം മാത്രമാണ്, അല്ലാതെ എന്നെ കുറിച്ച് കൂടുതൽ അറിയണമെന്നില്ല. ഞാനത് കൂടുതൽ ആരോടും പറയാനും ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. നിങ്ങൾ ആരോട് പറയാനും ആഗ്രഹിക്കുന്നില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ, നിങ്ങളുടെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ യേശുവാ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, യേശു അറിയാതൊന്നും നിന്റെ ജീവിതത്തിലില്ല. യേശു ക്രിസ്തു കാണാത്ത ഒരു കാര്യങ്ങൾ നിന്റെ ജീവിതത്തില്ല. നീ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും, നീ സംസാരിക്കുന്നതും പോകുന്നതും നടക്കുന്നതും, നിന്റെ പ്രവൃത്തിയും പ്രയത്നങ്ങളും എല്ലാം യേശു കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അത് ദൈവത്തിന് പ്രസാദകരമാണോ? ദൈവം ഇഷ്ടപ്പെടുന്നതാണോ നിന്റെ ജീവിത ശൈലി? നീ കടന്നു പോകുന്ന പാതകൾ, നീ കടന്നു പോകുന്ന മാർഗങ്ങൾ, നീ നിൽക്കുന്ന സാഹചര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമായതാണോ? ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിലൂടെ നീ ജീവിച്ച, ദൈവം ഇഷ്ടപ്പെടാത്ത മാതൃകയിലൂടെ നീ ജീവിച്ചാൽ അത് നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരായി മാറും, ശാപമായി മാറും, പാപമായി മാറും. ഹല്ലേലൂയ. അത് നിന്നെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. ജീവിത അവസാനം നിത്യമായ നരകത്തിലേക്ക് നീ ചെന്ന് ചാടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, ഹല്ലേലൂയ, പ്രിയന്റെ മാറോട് ചേർന്നിരുന്ന പ്രിയന്റെ ശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. അതേ, ശൂലേങ്കാരി പ്രിയന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നത് പോലെ ഹല്ലേലൂയ, നിങ്ങളുടെ പ്രിയന്റെ ശബ്ദം കേൾക്കുവാൻ, മണവാളന്റെ ശബ്ദം കേൾക്കുവാൻ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കൂടെ കാത്തിരിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമയായിരിക്കണമെന്ന് ശൂലേങ്കാരിയുള്ള ബന്ധത്തിൽ നമ്മൾ ഉത്തമഗീതം വായിക്കും പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഉത്തമഗീതം എന്നൊക്കെ പറഞ്ഞൊരു പ്രേമ കാവ്യമാണ്. ഹല്ലേലൂയ. അതാ പ്രാർത്ഥനയോടെ വായിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം പ്രിയതമന്റെ ആഗമനം ശൂലേങ്കാരി വർണ്ണിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ശൂലേങ്കാരി പ്രിയനെ സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഒരു ദൈവത്തിന്റെ പൈതൽ, ഒരു ദൈവത്തിന്റെ ദാസിദാസൻ എപ്പോഴും നമ്മുടെ ആത്മമണവാളനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മമണവാളന്റെ മധ്യാകാശവാരം ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതനാ, നീ ആ ശബ്ദം കേൾക്കുവാൻ, ആർപ്പുവിളി കേൾക്കുവാൻ നീ തയ്യാറാണോ?
ഉത്തമഗീതം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ 8-9-10 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-13 വരെയുള്ള വാക്യങ്ങൾ ചേർത്ത് പഠിക്കണം. അല്ലെങ്കിൽ ഇവിടെ പറയുന്നു ആമൻ 10 കന്യകമാരുടെ ഉപമയോടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് അല്ലേലൂയ നമ്മളെ ഒന്ന് ക്രമീകരിക്കാൻ കഴിയുള്ളൂ. പ്രൈസ്. ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും പാപത്തന്ത്രയപ്പെട്ട് പാപജീവിതത്തിൽ പാപികളായി വസിക്കുക. അല്ലേലൂയ. മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്, ശുദ്ധീകരിക്കപ്പെടേണ്ടത്, വിശുദ്ധ ജീവിതം പ്രാപിക്കേണ്ടത്, വിശുദ്ധീകരിക്കപ്പെടേണ്ടതെല്ലാം ഈ ഭൂമി നമ്മൾ ജീവനോട് കൂടി ഇരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ആത്മാവിന് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആത്മാവ് പറന്നു പോകും. വീണ്ടെടുക്കപ്പെട്ടവന്റെ ആത്മാവെല്ലാം ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ സ്വർഗപ്രദേശിക്ക് പറന്നു പോകുമ്പോൾ വീണ്ടെടുക്കപ്പെടാത്തവരുടെ ആത്മാവെല്ലാം യാതന സ്ഥലത്തേക്ക് പോകും. ഹല്ലേലൂയ. ന്യായവിധി നാളിൽ നിങ്ങൾ നിത്യമായ നരകത്തിലെത്തും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ സ്തോത്രം. ആമേ ശൂലങ്കാരി പ്രിയനെ സ്വപ്നം കാണുന്ന പോലെ അവന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കണമെന്ന് ഇവിടെ പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം ശമൂവേലിനെ പോലെ അരുളി ചെയ്യണമേ, അടിയും കേൾക്കുന്നു എന്ന് പറയണം. എപ്പോൾ? ഏത് സമയത്തും. ഹല്ലേലൂയ. അപ്പൊ ഏത് സമയത്തും ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ ആ 24 മണിക്കൂറിന്റെ ഓരോ നിമിഷങ്ങളിലും ഹല്ലേലൂയ നിങ്ങൾ പ്രിയന്റെ ശബ്ദം കേൾക്കുവാൻ ഉറപ്പുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യൻ എന്ന ആദ്യം നോക്കി ഒരുപാട് വ്യതിചലിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചിരിക്കുന്നു. ദുരുപദേശത്തിൽ മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്നു. പാപഭംഗിരമായ ജീവിതത്തിൽ മനുഷ്യൻ വീണുപോയി, സാത്താന്റെ തന്ത്രങ്ങളിൽ വീണുപോയി. എന്നാലും എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നിനക്ക് മടങ്ങി വരവിൽ ഒരു അവസരം കൂടെ ദൈവം തരികയാണ്. നിന്റെ കാതുകളിൽ സുവിശേഷം കേൾപ്പിക്കുക. നിന്റെ വീട്ടുമുറ്റത്ത് സുവിശേഷം എത്തിക്കൊണ്ടിരിക്കുക. നിന്റെ ഭവനങ്ങളിലേക്ക് സുവിശേഷകന്മാർ വന്നുകൊണ്ടിരിക്കുന്നു. നീ പാർക്കുന്ന ദേശത്ത്, നീ പാർക്കുന്ന പട്ടണത്തിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മണവാളന്റെ ആർപ്പ് വിളി കേൾക്കാൻ സമയമായെന്ന്. ഹല്ലേലൂയ. നിശൂലങ്കാരിയെപ്പോലെ ഒരുങ്ങിയിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം ദൈവം ആത്മാവാകുന്നു. ദൈവം പഠിക്കാൻ കാണാം. ദൈവം ആത്മാവാകുന്നു. മനുഷ്യനോ ആത്മാവും പ്രാണനും ശരീരവും ഉള്ളവനാണ്. ദൈവം ആത്മാവാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ മലരി ആത്മാവും പ്രാണനും ശരീരമുള്ളവനാണ്. ആത്മാവായിരിക്കുന്ന കർത്താവ് സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവാ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ അവന്റെ ശബ്ദം കേൾക്കുവാൻ ഉണർവോടെ ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കണം. അപ്പം ദൈവമാരാണ്? ആത്മാവ. മനുഷ്യനിൽ എന്തുണ്ട്? മനുഷ്യന് മനുഷ്യന് ആത്മാവും പ്രാണനും ശരീരവും ഉണ്ട്. അപ്പൊ ആത്മാവായിരിക്കുന്ന കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അതിന് ഒരുക്കമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആത്മാവ് അതിനുവേണ്ടി ഒരുക്കത്തോടെ ആകാംക്ഷയോടെ ഹല്ലേലൂയ ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ശബ്ദങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാതെ, ഈ ലോകത്തിലെ ശബ്ദങ്ങൾക്കും സ്വരങ്ങൾക്കും നിങ്ങൾ ചെവി കൊടുക്കാതെ അതിനു മുമ്പിൽ അതിൽ നിങ്ങൾ ഒഴിഞ്ഞ് നിങ്ങളുടെ ഹൃദയവാതി യേശുക്രിസ്തുവിന് വേണ്ടി തുറക്കണം. ഹല്ലേലൂയ. അപ്പൊ മറ്റു ശബ്ദങ്ങൾക്ക് വാതിൽ അടച്ചുകൊണ്ട് അതിശ്രദ്ധയോടെ നിങ്ങൾ കാണപ്പെടുവാണെങ്കിൽ ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ലോകത്തിന്റെ വിവിധ ശബ്ദങ്ങൾ, ലോകത്തിന്റെ വിവിധ സ്വരങ്ങൾ കേൾക്കാതെ നിന്റെ ഹൃദയവാതിൽ അടച്ചിട്ട് നീ ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. പ്രൈസലോ. അതുകൊണ്ടാണ് ശൂലങ്കാരി പറയുന്നത് അവൾ അവിടെ സ്വന്തം ഭവനത്തിൽ തന്നെയാണെന്ന്. ലേലിയ അവൾ അവിടെ സ്വന്തം ഭവനത്തിലാണെന്ന് പറയുന്നത് കൊണ്ടാണ്. ലേലിയ സ്തോത്രം എന്ന് പറഞ്ഞാൽ അവൾ സ്തോത്രം അവൾ അവിടെ ഭവനത്തിന്റെ ആമിലടിയ മതിലുകൾക്ക് പുറമെ ആമിലടിയ പ്രയം നിൽക്കുന്നത് കാണുക. അപ്പൊ ഭവനത്തിൽ തന്നെ നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ തന്നെ നിങ്ങൾ നിൽക്കണം. ദുരുപദേശങ്ങൾ വീണു പോകരുതെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഈ വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ അതിശക്തിയോടെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ ഒരുങ്ങുന്നെങ്കിൽ അവന്റെ ശബ്ദം നിങ്ങളുടെ ആത്മാവിൽ ധ്വനിക്കും. അവന്റെ ശബ്ദം കേൾക്കുവാനായി നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉത്തമഗീതം 5-ാം അധ്യായം ഹല്ലേലൂയ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം
എന്റെ സഹോദരി, എന്റെ കാന്തി, എന്റെ പ്രാവി, എന്റെ നിഷ്കളങ്കി തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ അല്ലിയ രാത്രിയിൽ പെയ്യുന്ന മഞ്ഞു തുള്ളി കൊണ്ട് നനഞ്ഞിരിക്കുന്നുവെന്ന് അവിടെ കാണാൻ കഴിയും. അതിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കടന്നു പോകുന്നത് ഒരു ഭാഗം മാത്രം. അവൾ പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അപ്പൊ ശൂലേകാരി ഉറങ്ങുകയാണെങ്കിലും അവളുടെ ഹൃദയം ഉണർന്നിരിക്കുക പ്രിയന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ തന്റെ വിവാഹ ദിവസത്തിനായി കാന്ത അക്ഷയമായി കാത്തിരിക്കുമ്പോൾ അവൾ മറ്റൊരു സ്വപ്നം കാണുകയാണ്. അവൾ ഉറങ്ങുമ്പോൾ അവളുടെ പ്രിയതമൻ മഞ്ഞുകൊണ്ട് നനഞ്ഞവനായി അവളെ തേടി വന്ന് കതകിൽ മുട്ടി വിളിച്ചുവെന്നായിരുന്നു അത്. ഹല്ലേലൂയ. അവൾ ഉറക്കത്തിലായിരുന്നപ്പോൾ അവൾ പ്രിയതമൻ വന്ന് കതകിൽ മുട്ടി വിളിച്ചു എന്നുള്ളൊരു സ്വപ്നം അവൾ കാണുകയാണ്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ പ്രിയതമൻ നിന്നെ വന്ന് മുട്ടി വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ പ്രിയതമന്റെ ആത്മമണവാളിലെ ആർപ്പുവിളി നിന്റെ കാതുകളിൽ കേൾക്കുമ്പോൾ നീ എന്റെ കർത്താവിന് വേണ്ടി ഒരുക്കത്തോടുകൂടി ഇരിക്കണം. അതിനുള്ള തയ്യാറോടെ ഇരിക്കണം. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. ഉത്തമഗീത 2-ാം അധ്യായം അതിന്റെ 8-9-10 വാക്യങ്ങളാണല്ലോ. അതാ എന്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. എന്റെ പ്രിയൻ ചെറുമാനും കാലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിലുകൾക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, അഴികൾക്കിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. അതെ, പ്രിയന്റെ സ്വരം കേൾക്കുമ്പോൾ ആഗ്രഹവും. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി, പിതാവി, സൗറതാവി, ദൈവാത്മാവി പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്ന ശക്തമായി തോത് ലോകത്തിന്റെ ശബ്ദങ്ങളെല്ലാം മാറ്റിവെച്ച്, ഭയപ്പെടുത്തുന്ന ഭീകരമായ ശബ്ദങ്ങളുടെ എല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരുങ്ങിയിരുന്ന കനികമാരെ പോലെ, 10 കനികമാരിൽ 5 പേർ ഒരുങ്ങിയിരുന്ന പോലെ നിങ്ങളുടെ വിളക്കിനകത്ത് എണ്ണ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധന്മാരുണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ആർക്കെങ്കിലും അവർ കഴിയാതെ പോയിട്ട് ഈ ലോകത്തിന് സുഖങ്ങളാണെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ, ഈ പ്രഭാതത്തിൽ മടങ്ങി വരുവാൻ ദൈവം അവസരം തരികയാണ്. അതുകൊണ്ട് എന്നോടൊപ്പം ചേർന്ന് പറയാം, കർത്താവേ, ഇതുവരെ എനിക്ക് ഒരുവാൻ കഴിഞ്ഞില്ല. ആകാംക്ഷയുടെ, പ്രത്യാശയുടെ ആത്മമണവാളന്റെ ശബ്ദം അർദ്ധരാത്രിയിൽ മണവാളം പെരുകുന്നവർ ആർപ്പുവിളി ഉണ്ടാകുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ ഇന്നുവരെ എനിക്ക് ഞാൻ തയ്യാറാകാതെ ലോകശബ്ദങ്ങളിൽ മുഴുകിക്കിടക്കുക. എന്ന കർത്താവ്, ഈ ലോകത്തിന്റെ ശബ്ദം എനിക്ക് വേണ്ട. അങ്ങയുടെ മാറോട് ചേർന്നിരുന്ന് പറ്റിയിരുന്ന അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, എന്റെ പ്രിയന്റെ ശബ്ദം കേൾക്കുവാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ യേശുവിനെ വിട്ടുകൂടെ. കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങളെ, പാപങ്ങളെ മാറും. നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് നിന്നെ ഒരുക്കുവാൻ അവൻ തയ്യാറാവുമെന്ന് ഒരുക്കുമ്പോൾ നീ അതിൽ വിട്ടുകൊടുക്കണം. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, കുടിയിലോട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന എല്ലാ മനുഷ്യരെയും, ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികളെ ഭരിക്കുന്ന ഒരു ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേനയിലായിരിക്കും ജനങ്ങൾ, നേതൃത്വത്തിൽ കാക്കുന്ന BSF, CRPF, ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗം നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണ പോലീസിന്റെ വിവിധ വകുപ്പുകളുടെ, ജുഡീഷ്യറിയുടെ വിവിധ വകുപ്പുകളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കരയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, വാഹന സെയിൽസ് ചെയ്യുന്ന നിർമ്മിതാക്കളെ, കർത്താവ് സമുദ്രത്തിൽ ആഴങ്ങളിൽ, കരികളിൽ, കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്കായി, മത്സ്യബന്ധനത്തിന് കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ, കടലോരവാസികൾ, തീരദേശവാസികളെ, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖലയിൽ ആയിരിക്കുന്ന സകല ജനത്തെയും, കർത്താവ് കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, ഹല്ലേലൂയ, യൂണിയൻ രംഗത്ത്, സകല കർത്താവ് ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിന് വിവിധ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാ ജനത്തെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സഹാമി, പുതിയ കർത്താവ് ഭരണപ്രദേശ പാർട്ടികൾ, മത, സാമൂഹിക, സംസ്കാര, സംഘടന, ചരിത്രവാദിയ, മീഡിയ എന്ന് നിൽക്കുന്നവർ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയിരിക്കുക, ജോലി ചെയ്യുന്നവർ, കഷ്ടം സഹിക്കുന്ന, വളരെ വേദനയിലേക്ക് നാട്ടിലേക്ക് കടന്നു കഴിയാതെ ഭാരപ്പെടുന്നവർ, സാലറി കിട്ടാതെ ഭാരം, ശ്യാമയിൽ സ്തോത്രം, അല്ലെങ്കിൽ വിസ നഷ്ടപ്പെട്ട വിസ പുതുക്കി കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ, വിദേശരാജ്യത്ത് കടന്നുപോയി പീഡയേൽക്കുന്ന സഹോദരന്മാർ, വിദേശ രാജ്യത്ത് മദ്യത്തിന് മയക്കുവിന് വിലകരും അടിമപ്പെട്ട് കിടക്കും, നാട്ടിൽ മദ്യത്തിന് മയക്കുവിന് അടിമപ്പെട്ട് കിടക്കുന്നവരെല്ലാം വിടിപ്പിക്കപ്പെടുവാൻ, മാനസാന്തരയ്ക്ക് മടങ്ങി വന്ന പ്രിയന്റെ ശബ്ദം കേൾക്കുവാൻ
ഒരുക്കമുള്ളവരെ തീരുവാൻ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യുവനത്തിലും വാർത്തയും വൃത്തരും വശം യാച റോഷണ ചോളുടെ യുവ തലമുറയിലായിരിക്കുന്നവർക്കായി കേരളത്തിലെ 14 ജില്ലകളിൽ 3 കോടി 46 ജനങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ ഇന്ത്യയിലെ കർത്താവ് 140 കോടി ജനത്തിനായി 29 സംസ്ഥാന 7 കേന്ദ്ര പ്രദേശങ്ങളെ എണ്ണത്തിൽപ്പെടാത്തവർ ലോകരാജ്യങ്ങളിൽ 7 ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ കർത്താവ് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക യൂറോപ്യൻ ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക് രാജ്യങ്ങളായി 800 കോടി ജനത്തിനായി പ്രത്യേകിച്ച് ഞങ്ങളുടെ കർഷകർ അനുഭവിക്കുന്ന വയനാട്ടടക്കമുള്ള പ്രദേശങ്ങളെ കോഴിക്കോടക്ക പ്രദേശങ്ങളെ ദുരന്ത മേഖലയിലായിരിക്കുന്നവർ അല്ലേരിയ കർത്താവ് സ്തോത്രം ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്നവർ എല്ലാത്തിനും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ ശബ്ദങ്ങളൊക്കെ മാറ്റിവെച്ച് കർത്താവ് അതിൽ നിന്നൊക്കെ വിടുവിക്കപ്പെട്ട് ദൈവശബ്ദം കേൾക്കുവാൻ മണവാളിനെ ആത്മവിളി കേൾക്കുവാൻ ഒരുക്കമുള്ള ഹൃദയങ്ങളായി ജനത്തെ ഒരുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.